പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ യോഗയുടെ ഗുണവും അതിൻ്റെ തയ്യാറെടുപ്പുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോൾ പറയാൻ പോകുന്നത് ബിഗിനേഴ്സ് എങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ്. ഇങ്ങനെ ഇരിക്കുന്നതിനെ സുഖാസനം എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഇരിക്കുന്നതിനെ സ്വസ്തികാസനം എന്നും പറയുന്നു. കുട്ടികൾ സ്വസ്തികാസനത്തിൽ ഇരിക്കുന്നതാണ് നല്ലത്. സ്വസ്തികാസനത്തിൽ ഇരിക്കുമ്പോൾ നട്ടെല്ല് നിവർന്നിരിക്കും. നമ്മുടെ പെരുവിരലും ചൂണ്ടുവിരലുടെയും അറ്റങ്ങൾ തമ്മിൽ യോജിപ്പിച്ച് ബാക്കി 3 വിരൽ ഇങ്ങനെ വെക്കുന്നതിനെ ചിമ്മുദ്ര എന്നാണ് പറയുന്നത്. കൈ ചിമ്മുദ്രയിൽ വെച്ച് കണ്ണുകൾ അടച്ച് നമ്മുടെ പിരികത്തിന്റെ മധ്യത്തിൽ നോട്ടം കേന്ദ്രീകരിക്കുക. ശ്വാസം എടുക്കുമ്പോൾ വയറ് വീർപ്പിക്കുകയും ശ്വാസം വിടുമ്പോൾ വയറ് ചുരുക്കുകയും ചെയ്യുക. ഇങ്ങനെ 5 തവണ ചെയ്യുക. യോഗ ചെയ്യുന്നതിന് മുന്നേ ലഘു വ്യായാമങ്ങൾ അല്ലെങ്കിൽ ശിഥിലീകരണ വ്യായാമങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ശിഥിലീകരണ വ്യായാമങ്ങൾ ചെയ്യുന്നത് നമ്മുടെ പേശികൾക്ക് അയവ് വരാൻ വേണ്ടിയാണ്. ഞാനിവിടെ ശിഥിലീകരണ വ്യായാമങ്ങൾ ചെയ്തു കാണിക്കും. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് നെക്കിൻ്റെതാണ്. ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് പിന്നോട്ടേക്കും ശ്വാസം വിട്ടുകൊണ്ട് നമ്മുടെ താടി നെഞ്ചിലേക്കും മുട്ടിക്കുക. ഇങ്ങനെ 5 തവണ ചെയ്യുക. താടി നമ്മൾ മാക്സിമം മുട്ടിക്കാൻ ശ്രമിച്ചാൽ മതി, മുട്ടിക്കണമെന്നില്ല. പിന്നീട് നമ്മുടെ കഴുത്ത് വലത് ഷോൾഡറിലേക്ക് അടുത്ത് കൊണ്ടുവരിക. പിന്നീട് ഇടത് വശത്തേക്കും. ഇതും 5 തവണ ചെയ്യുക. വലത് ചെവി വലത് ഷോൾഡറിലേക്ക് മുട്ടിക്കുക. പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് ഇടത് ചെവി ഇടത് ഷോൾഡറിലേക്ക് മാക്സിമം മുട്ടിക്കാൻ നോക്കുക. ഇങ്ങനെ 5 തവണ ചെയ്യുക. കഴുത്തിന് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിക്കും കൂടി അത് നല്ലതാണ്. അടുത്തത് നമ്മുടെ ഷോൾഡറിന് വേണ്ടിയിട്ടുള്ളതാണ്. ഷോൾഡർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. ഇത് 5 തവണ ചെയ്യുക. ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസും ചെയ്യുക. അടുത്ത് നമ്മുടെ ഫിംഗേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ പെരുവിരലിൽ ഉള്ളിലേക്ക് വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. വിരലുകൾ തുറക്കുകയും പൂട്ടുകയും ചെയ്യുക. ഇങ്ങനെ 5 തവണ ചെയ്യുക. അടുത്ത് നമ്മുടെ റിസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ കൈ ഇങ്ങനെ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുക. പിന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യുക. ഇങ്ങനെ 5 തവണ ചെയ്യുക. അടുത്ത് നമ്മുടെ എൽബോന് വേണ്ടിയിട്ടുള്ളതാണ്. കൈകൾ ഇങ്ങനെ ഷോൾഡറിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ 5 തവണ ചെയ്യുക. അടുത്ത് നമ്മുടെ അരക്കെട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊരു ആസനം കൂടിയാണ്. ശ്വാസം എടുത്തുകൊണ്ട് കൈ ചെവിയോട് ചേർത്ത് വെക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ഇടത് സൈഡിലേക്ക് ചെരിയുക. മാക്സിമം നമുക്ക് പറ്റുന്നത്ര ചെയ്യുക. പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. അടുത്തത് ഓപ്പോസിറ്റ് സൈഡ് ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് കൈ ചെവിയോട് ചേർത്ത് വെക്കുക. ശ്വാസം വിട്ടുകൊണ്ട് വലത് സൈഡിലേക്ക് മാക്സിമം ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അരക്കെട്ടിലെ കൊഴുപ്പൊക്കെ ഇല്ലാതാവും. ഇങ്ങനെ 5 തവണ ചെയ്യുക. അടുത്തത് നമുക്ക് ചെയ്യുന്നത് കാലിൻ്റെതാണ്. കാല് മുന്നോട്ടേക്കും ബാക്കോട്ടേക്കും പതുക്കെ ഇതേപോലെ ആക്കുക. ഇങ്ങനെ മറ്റേ കാലും ചെയ്യുക. അടുത്ത ഫിംഗേഴ്സിന് വേണ്ടിയിട്ടാണ്. ഫിംഗേഴ്സ് തുറക്കുകയും പൂട്ടുകയും ചെയ്യുക. അങ്ങനെ മറ്റേ കാലിനും ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ യോഗ ചെയ്യുന്നതിന് മുൻപേ നമ്മൾ ചെയ്യേണ്ട ലഘു വ്യായാമങ്ങൾ അല്ലെങ്കിൽ ശിഥിലീകരണ വ്യായാമങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്.
യോഗ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് എന്തായാലും ചെയ്തിരിക്കേണ്ടതാണ്. അടുത്ത വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.